ബയോമെട്രിക് എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31 ആണ്. അപ്പോൾ എടുക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ എടുക്കുക. കാരണം നേരത്തെ പോലെ അല്ല, അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. മെറ്റാ പോർട്ടൽ വഴി അല്ലെങ്കിൽ സഹേൽ വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബയോമെട്രിക് കംപ്ലീറ്റ് ആക്കുക. ബയോമെട്രിക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ക്യാൻസൽ ആകുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് വിസ പുതുക്കാൻ പറ്റില്ല. നമ്മുടെ ആശ്രിതർക്കാണെങ്കിലൊന്നും വിസ പുതുക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ബയോമെട്രിക് എടുക്കാത്തവര് പെട്ടെന്ന് തന്നെ എടുക്കുക. ഇനി എടുത്തവരുണ്ടെങ്കിൽ നമ്മുടെ സഹേൽ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഫോണിലെ സഹേൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം താഴെ നിന്ന് രണ്ടാമതുള്ള സർവീസസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്കും മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ സെക്യൂരിറ്റി സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ബയോമെട്രിക് ആയിട്ടുള്ള. ആ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ അവിടെ കാണിക്കും. ആ സിവിൽ ഐ ഡി നമ്പർ കാണിച്ചില്ലെങ്കിൽ സിവിൽ ഐ ഡി അടിച്ച് കൊടുക്കുക. അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും യു ഹാവ് ബയോമെട്രിക് എൻറോൾമെന്റ് എന്ന് കാണിക്കും. മീൻസ് അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മൾ കുവൈറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ 4 പ്രധാന ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4 ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബയോമെട്രിക് എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുക. എടുത്തവരാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് സഹേലിലൊന്ന് ചെക്ക് ചെയ്യുക.